പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഇന്ന് ഞാൻ നിങ്ങളോട് അല്പസമയം പങ്കുവയ്ക്കുന്ന വിഷയം സുറിയാനി സഭയുടെ സൺഡേ സ്കൂൾ സിലബസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന് ലോകം മുഴുവൻ സുറിയാനി സഭയുടെ സൺഡേ സ്കൂളുകൾ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഭംഗിയായിട്ട് അത് ആയിരക്കണക്കിന് അധ്യാപകരുടെ യാതൊരു ലാഭേച്ഛയും കൂടാതെ അവരുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചാണ് ഇന്ന് അതെല്ലാം പ്രവർത്തിക്കുന്നത്. അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനുവേണ്ടി അവർ ഒത്തിരി കാര്യങ്ങൾ അതിനുവേണ്ടി അവർ ചെയ്യുന്നുണ്ട്. അവരുടെ വിലപ്പെട്ട സമയം അതിനുവേണ്ടി അവർ ചിലവാക്കുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരിക്കലും ആ പ്രവർത്തനം നടത്തുന്ന അധ്യാപകരെക്കുറിച്ചല്ല. എന്നാൽ ആ സിലബസ് ക്രമീകരിക്കുന്നതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പൗരസ്ത്യ ദൈവശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് സത്യവിശ്വാസം കൈമാറുന്നതിന് ഒരുപാട് ഗുണം ചെയ്യും. ഇന്ന് നമ്മുടെ സിലബസിൽ ഒത്തിരി പ്രൊട്ടസ്റ്റൻ്റ് രീതിയിലുള്ള ആശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. എന്നാൽ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ അത് ഒരുപാട് അത്തരം ആശയങ്ങളും അത്തരം രീതികളും കടന്നുകൂടിയിട്ടുണ്ട്. സുറിയാനി സഭയുടെ സത്യവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ലിറ്റർജിയും വിശ്വാസ പ്രമാണങ്ങളും, അത് പൊതു സുന്നഹദോസുകളിൽ എടുത്ത തീരുമാനങ്ങൾ, അതോടൊപ്പം നമ്മൾ പ്രാർത്ഥനയിൽ ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണങ്ങളും, അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥവും, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് പഠിപ്പിക്കുമ്പോഴാണ് സുറിയാനി സഭയുടെ സത്യവിശ്വാസമാവുന്നത്. ലോകത്ത് പലതരത്തിലുള്ള വിശ്വാസമുണ്ട്. എന്നാൽ സുറിയാനി സഭയുടെ സുതു ചൊവ്വാക്കിയ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അത് സഭയ്ക്കുള്ളിലാണ്. സഭയുടെ പ്രാർത്ഥനകളിലൂടെയും കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആ സത്യത്തെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം രീതിയിലേക്ക് മുഴുവനായിട്ട് നമ്മുടെ സിലബസുകളെ ക്രമീകരിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ ഈ പ്രൊട്ടസ്റ്റൻ്റ് ഇൻഫ്ലുവൻസിലും അതുപോലെ തന്നെ തെറ്റായ കൂട്ടായ്മകളിലേക്കൊക്കെ കടന്നു പോകുന്നതിനെ, അതുപോലെ തന്നെ സത്യവിശ്വാസത്തിൽ നിന്ന് അകന്ന് നിരീശ്വരവാദത്തിലേക്കൊക്കെ പോകുന്നതിനെ തടയാനായിട്ട് കൃത്യമായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരിക്കലും ഈ വിലപ്പെട്ട സമയം നൽകി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരിക്കലും അധ്യാപകരെ കുറിച്ചല്ല നമ്മളിത് പറയുന്നത്. ആ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട്. അതെല്ലാം നിങ്ങളുടെ ആശയങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുക. ഈ സിലബസ് പുതിയ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാക്കന്മാർ കൈമാറുന്ന വിശ്വാസം എങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത് ആ രീതിയിൽ വരികയും അത് അടുത്ത തലമുറയെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്യാനായിട്ട് തടസ്സം നിൽക്കുന്നവർ അതിൽ നിന്നെല്ലാം മാറി. അതൊക്കെ കഴിഞ്ഞ ദിവസം അധ്യാപകരോട് ചോദിച്ചു പറയുന്നത് അങ്കമാലിക്കാരാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അത് ആരാണെങ്കിലും അങ്കമാലിക്കാരായിരിക്കാം, ചിലപ്പോൾ കോട്ടയത്തുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എറണാകുളത്തുള്ളവരായിരിക്കാം. അതൊന്നും ഇവിടെ സ്ഥലങ്ങളോ അതൊന്നും അതിന് പ്രാധാന്യമില്ല. സഭയുടെ സത്യവിശ്വാസം ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ്. അത് പിതാക്കന്മാരെങ്ങനെയാണോ കൈമാറുന്നത് ആ സുതു ചൊവ്വാക്കിയ വിശ്വാസം അതുപോലെ തന്നെ അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ എല്ലാവർക്കും അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട്. അപ്പം നമ്മൾ അതിനെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങളാണ്, നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതിലും വലിയതും ഇതിലും ആഴത്തിലുള്ളതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ, അതെല്ലാം കൃത്യമായിട്ട് തിരുമേനിമാരെയും അതിൻ്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യുകയും അതെല്ലാം അടുത്ത സിലബസുകളിൽ ക്രമീകരിക്കുമ്പോൾ വരികയും ചെയ്താൽ ഈ സുതു ചൊവ്വാക്കിയ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൈമാറാനായിട്ട് സാധിക്കും. നമ്മുടെ കുട്ടികളെല്ലാം സത്യവിശ്വാസത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യും. നമ്മുടെ വിശ്വാസവും നിലവിലെ സിലബസും തമ്മിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കൂടുതലായ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്: മർമ്മങ്ങളും യുക്തിയും. നമ്മുടെ സഭ കൂദാശകളെയും ദൈവവചനത്തെയും മർമ്മങ്ങളായാണ് കാണുന്നത്. അത് ബുദ്ധി കൊണ്ട് അളക്കുന്നതല്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ജീവിതചര്യയാണ്. ഓർത്തഡോക്സി എന്ന് പറയുമ്പോൾ അതൊരു ജീവിതചര്യയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഓർത്തഡോക്സി, ഓർത്തോപ്രാക്സി, ഓർത്തോപാത്തോസ്, ഓർത്തോട്ടോമിയോ. അതായത് ഓർത്തോട്ടോമിയോ എന്നൊക്കെ പറയുമ്പോൾ അത് വചനത്തെയൊക്കെ കൃത്യമായിട്ട് ടെക്സ്റ്റ്, പ്രീ ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റൊക്കെ വെച്ച് വിവേചിക്കുക. ഓരോ കാര്യത്തിനും അത് പ്രാർത്ഥനകളിൽ അതിന് കൃത്യമായ അർത്ഥമുണ്ട്. അതൊരു സുറിയാനി പിതാക്കന്മാരുടെ ഒരു കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വിശ്വഗ്രന്ഥത്തിലുള്ള ഭാഗങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്, അതിൻ്റെ സദറകളും അതിൻ്റെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ സിലബസും ക്രമീകരിക്കപ്പെടുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇന്നത് ഇല്ലെന്നല്ല, അത് കുറച്ചാണേ ഉള്ളൂ.
അത് മാറ്റം വരണം. അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അത് നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും അനുഭവിക്കേണ്ടതാണ്. അതായത് അത് നമ്മൾ കൂദാശകളെയും ദൈവവചനത്തെയും മർമ്മങ്ങളായാണ് കാണുന്നത്. അത് ബുദ്ധി കൊണ്ട് അളക്കേണ്ടതല്ല, മറിച്ച് നമ്മുടെ നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും അനുഭവിക്കേണ്ടതാണ്. എന്നാൽ ആധുനിക സിലബസ് പലപ്പോഴും ദൈവത്തെ യുക്തി കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അത് പാശ്ചാത്യ പ്രൊട്ടസ്റ്റൻ്റ് യൂണിവേഴ്സിറ്റികളിലും അതിൻ്റെ സിലബസ് പിന്തുടരുകയും ചെയ്യുന്നിടത്തെല്ലാം ഇതിനെ യുക്തി കൊണ്ട് അതിനെ യുക്തി കൊണ്ടാണ് അതിനെ കാണുന്നതും ഈ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നതും എല്ലാം ആ രീതിയിലാണ്. അത് എവിടെയാണെങ്കിലും അതിൻ്റെ ആ പ്രൊട്ടസ്റ്റൻ്റ് രീതി തന്നെ അങ്ങനെയാണ്. അത് സൺഡേ സ്കൂളിലാണെങ്കിലും അതിൻ്റെ കോളേജുകളിലാണെങ്കിലും എല്ലായിടത്തും അവരുടെ രീതി അങ്ങനെയാണ്. അതിൽ നിന്ന് മാറ്റം വന്നിട്ട് അത് പൗരസ്ത്യ ദൈവശാസ്ത്രം എങ്ങനെയാണോ കൊടുക്കേണ്ടത്, അത് ഏത് തലത്തിലാണെങ്കിലും, അത് നമ്മുടെ ഒരു കൺവെൻഷനിലാണെങ്കിലും, അത് നമ്മുടെ ഏത് പഠന സ്ഥലങ്ങളിലാണെങ്കിലും, ഏത് ബിബ്ലിക്കൽ കോളേജിലാണെങ്കിലും, ഏത് കോളേജിലാണെങ്കിലും, നമ്മുടെ സഭ നടത്തുന്ന എന്തിൻ്റെ ആണെങ്കിലും അത് പ്രൊട്ടസ്റ്റൻ്റ് രീതിയിലാണെങ്കിൽ അത് മാറ്റിയിട്ട് അത് പൗരസ്ത്യ ദൈവശാസ്ത്രം എങ്ങനെയാണെന്ന് ചർച്ച ചെയ്ത് ആലോചിച്ച് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഇന്ന് അത് മറ്റു സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്, പാശ്ചാത്യ രീതിയാണ് പിന്തുടരുന്നത്. അതെല്ലാം ഇതോടൊപ്പം തന്നെ മാറ്റം വരേണ്ട ഒന്നാണ്. 2, ലിറ്റർജിക്കൽ പാഠശാല. അത് പൗരസ്ത്യ സഭയുടെ ഏറ്റവും വലിയ പാഠപുസ്തകം പരിശുദ്ധ കൂദാശകളും പെരുന്നാൾ ക്രമങ്ങളും പെരുന്നാളിലെ പ്രാർത്ഥനകളുണ്ട്, അതുപോലെ തന്നെ യാമപ്രാർത്ഥനകളുമാണ്. ക്ലാസ് മുറികളിലെ വായനകളേക്കാൾ ഉപരിയായി ആരാധനയിൽ പങ്കുചേരുന്നതിലൂടെയാണ് ഒരു കുട്ടി സഭയുടെ വിശ്വാസം പഠിക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഗീതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ, സൺഡേ സ്കൂളിൽ അതിൻ്റെ ഡീപ്പായിട്ടുള്ള സ്റ്റഡീസ് വരുമ്പോൾ അവർക്കത് കൃത്യമായിട്ട് ആരാധനയെ സംബന്ധിച്ച് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അറിവിനേക്കാൾ ഉപരിയായി ആരാധന അനുഭവത്തിലാണ് മുൻഗണന നൽകുന്നത്. അത് നമ്മുടെ പൗരസ്ത്യ ദൈവശാസ്ത്രം അതിനാണ് കൂടുതൽ മുൻഗണന നൽകുന്നത്. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം വേദപുസ്തകവും പാരമ്പര്യമാണ്. സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് വേറിട്ടൊരു വേദപുസ്തകവായന നമുക്കില്ല. നമ്മുടെ സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് പാരമ്പര്യത്തോട് ചേർന്നാണ് നമ്മൾ ബൈബിളിനെ കാണുന്നത്. ബൈബിൾ മാത്രം അല്ലെങ്കിൽ സ്ക്രിപ്ചറ എന്ന് പറയുന്നത് അത് പ്രൊട്ടസ്റ്റൻ്റ് ചിന്താഗതിയാണ്. അത് നമ്മുടെ കുട്ടികൾ അതിലേക്ക് വഴുതി വീഴാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബൈബിൾ ഓൺലി എന്നൊരു സംഭവം തെറ്റാണെന്ന് കണിയാമ്പറമ്പലച്ചൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല. അതിന്ന് പല രീതിയിലും കരിസ്മാറ്റിക് ആണെങ്കിലും കൺവെൻഷൻ ആണെങ്കിലും നമ്മുടെ നമ്മളെ പഠിപ്പിക്കുന്ന ഈ കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ പോലും അത് ബൈബിൾ ഓൺലി ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല. അത് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളിലൂടെ മാത്രമേ വേദപുസ്തകത്തെ ശരിയായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ഇങ്ങനെ പോയിട്ട് അതിനെ എങ്ങനെയാണോ കാണേണ്ടതെന്ന് അവർക്കത് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ അത് ബൈബിൾ ഓൺലി മാത്രമായിട്ട് പോകുമ്പോൾ അവരത് തെറ്റായി പാശ്ചാത്യ രീതിയിലേക്ക് മാറിപ്പോകും. ഇത് നമ്മുടെ മത്സരങ്ങളിൽ പോലും അതിനെ പ്രൊട്ടക്ഷൻ്റെ രീതിയിലുള്ളൊരു ഇതിലേക്ക് മാറിപ്പോകുന്നുണ്ട്. ബൈബിൾ മാത്രം എടുത്തു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സഭയുടെ ഒരു ഗീതങ്ങളോ പ്രാർത്ഥനകളുമായി ബന്ധമില്ലാതെ ഈ ബൈബിൾ മാത്രം അടുക്കി വെച്ചിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ മത്സരങ്ങൾ പോലും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതും ഈ കാര്യങ്ങളോടൊപ്പം ശ്രദ്ധിക്കണം. പിന്നെ നാലാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ദൈവീകരണമാണ് ലക്ഷ്യം, തിയോസിസ്. പിന്നെ മോറലിസം. സൺഡേ സ്കൂൾ പഠനം വെറും നല്ല സ്വഭാവങ്ങൾ വളർത്താനുള്ള ഒരു മോറൽ ക്ലാസ് മാത്രമല്ല, മനുഷ്യൻ ദൈവകൃപയാൽ ദൈവ സ്വഭാവത്തോട് ഒന്നാകുക എന്ന ദൈവീകരണമാണ് പൗരസ്ത്യ ആത്മീയതയുടെ ലക്ഷ്യം. ഇത് കേവലം ധാർമ്മികതയേക്കാൾ എത്രയോ ഉന്നതമാണ്. അതായത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ആ ഒരു ഇത് മാത്രമല്ല ഇത് ചെയ്യേണ്ടതെന്നും, അത് നമ്മുടെ സഭയുടെ വിശ്വാസം എങ്ങനെയാണ് ഇരിക്കുന്നത് അതിനനുസരിച്ചുള്ള സിലബസ് വരണം. അത് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണോ അതാണ് വിശ്വസിക്കുന്നത്. അതാണ് പൗരസ്ത്യ ദൈവശാസ്ത്രം ചെയ്തത്. നമുക്ക് മുന്നിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാനഡയിലെ സൺഡേ സ്കൂള് വളരെ മാതൃകയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ഓരോ മത്സരങ്ങളിലാണെങ്കിലും അവരുടെ സിലബസ് ആണെങ്കിലും എല്ലാം നമ്മുടെ വിശ്വാസത്തിന് നിരക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു മത്സരത്തിലാണെങ്കിൽ പോലും അവരതിൻ്റെ ഗീതങ്ങളാണെങ്കിൽ നമ്മുടെ സഭയുടെ ഗീതങ്ങൾ വേണമെന്നും, സഭയുടെ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കണമെന്നും, സഭയുടെ പ്രാർത്ഥനകളും പിതാക്കന്മാരെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ആഡ് ചെയ്താണിത് ആ സൺഡേ സ്കൂളിലൊക്കെ നടക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു അധ്യാപകൻ നമ്മളോട് ഷെയർ ചെയ്തത് ഞാൻ പറയുകയാണ്. അപ്പോൾ ആ സംഭവം നമ്മൾ ചെയ്യുമ്പോൾ
അത് അടുത്ത തലമുറയ്ക്ക് പെട്ടെന്ന് കാര്യം നമ്മൾ ചെറിയൊരു ചർച്ച ചെയ്തു, ആ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക്, ഈ ലോകം മുഴുവനുള്ള സുറിയാനിക്കാരായ കുട്ടികൾക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ അവർക്കും അത് കൂടുതലായിട്ട് അത് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മത്സരങ്ങളിലെല്ലാം പൊന്തിക്കോസ്ത് പാട്ടുകളൊക്കെയാണ്, ഒത്തിരി പൊന്തിക്കോസ്ത് പാട്ടുകൾ. അതുപോലെ തന്നെ അവരെന്താണ് ഈ എഴുതി വച്ചിരിക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പം അതെല്ലാം നമുക്ക് മാറിയിട്ട് നമ്മുടെ സത്യവിശ്വാസത്തെ നമ്മുടെ സഭയിലൂടെ മനസ്സിലാക്കാൻ, കാരണം ഇത്രയ്ക്കും ശ്രേഷ്ഠമായൊരു വിശ്വാസമാണ് നമ്മുടെ, ഇത്രയും ശ്രേഷ്ഠമായൊരു പാരമ്പര്യമാണ് നമ്മുടെ. അതായത് ഒരു യുക്തിവാദിക്ക് പോലും യാതൊരു തെറ്റായിട്ട് പറയാൻ പറ്റാത്ത അത്രയ്ക്കും കൃത്യതയുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ രീതിയിലേക്ക് നമ്മുടെ സിലബസിനെ, കാര്യങ്ങളെ ക്രമീകരിക്കുകയാണെങ്കിൽ, നമ്മുടെ എല്ലാ പഠന രീതികളും അത്തരം ഒരു കാര്യത്തിലേക്ക് ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് സത്യവിശ്വാസം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറാനായിട്ട് സാധിക്കും. കാരണം ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇത് പഠിക്കുന്നത്, ഈ സത്യവിശ്വാസത്തെക്കുറിച്ച് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഈ സിലബസുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ളവർ വായിക്കുന്നുണ്ട്. കാരണം ഇന്ന് സുറിയാനി സഭയുടെ വിശ്വാസത്തിന് അതിൻ്റെ മൂല്യവും അതിൻ്റെ ശ്രേഷ്ഠതയും തിരിച്ചറിഞ്ഞ് മറ്റ് ആളുകളും ഇതിൻ്റെ സിലബസ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രൊട്ടസ്റ്റൻ്റ് രീതി തന്നെയാണ് അതിൽ ഉള്ളതെങ്കിൽ ആ ശ്രേഷ്ഠമായ വിശ്വാസത്തെ കൈമാറുന്നതിന് നമുക്ക് എവിടെയോ ഒരു ചെറിയൊരു തെറ്റ്, വലിയ തെറ്റൊന്നുമില്ല. കാരണം ഇതിനെ ചെറിയ രീതിയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പലയിടത്തും അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ പല സ്ഥലത്തും ഇതിങ്ങനെ മുഴച്ച് പൗരസ്ത്യ ദൈവശാസ്ത്രം പഠിക്കേണ്ടടുത്ത് പാശ്ചാത്യ സുവിശേഷം കയറിക്കൂടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ തിരുമേനിമാരും അച്ഛന്മാരും അതിൽ പ്രവർത്തിക്കുന്നവരും വളരെ അറിവുള്ളവരാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഒരു പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൻ്റെ രീതിയിലേക്ക് വരാനായിട്ട് നമ്മൾ കൂട്ടായിട്ട് ശ്രമിക്കണം. അറിവുള്ളവർ കൂടുതൽ ചർച്ച ചെയ്ത് ആ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒത്തിരി അച്ഛന്മാർ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് തടസ്സം നിൽക്കുന്നവർ അതിൽ നിന്നെല്ലാം ആ തടസ്സങ്ങളെയൊക്കെ, അവരൊക്കെ ആ എതിർപ്പുകളെയൊക്കെ മാറ്റിവെച്ചിട്ട് ആ പൗരസ്ത്യ ദൈവശാസ്ത്രത്തിന് വേണ്ടി പറയുന്നവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും, അത് കുറച്ച് ആളുകളെ അതിനെ മനസ്സിലാക്കുന്നുള്ളൂ. ഇന്നെല്ലാം ഭൂരിപക്ഷം ആളുകളും ഈ പ്രൊട്ടസ്റ്റൻ്റ് പെന്തിക്കോസ്ത് രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസ്പെരിറ്റി രീതി, ഗോസ്പലിൻ്റെ രീതിയിലേക്ക് നമ്മുടെ ആളുകൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ ആളുകളാണ് പ്രബലരായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ ന്യൂനപക്ഷമായിട്ട് കുറച്ച് ആളുകൾ ഈ സൗന്ദര്യം, പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ എങ്ങനെ തിരിച്ച് ഈ യഥാർത്ഥ പൂർവീകരണത്തിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾ ചർച്ച ചെയ്യുക. അതിൻ്റെ വേണ്ടപ്പെട്ടവർ അതിനുവേണ്ടി കൂടുതലായിട്ട് ശ്രമിക്കുക. നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിവുള്ളവർ ഷെയർ ചെയ്യുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, പങ്കുവയ്ക്കുക. താങ്ക് യു.